ഇന്നത്തെ ലോകം വ്യക്തമായി 2 ശക്തി കേന്ദ്രങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. പാശ്ചാത്യ സഖ്യവും കിഴക്കൻ സഖ്യവും. ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ പരമ്പരാഗത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തുടക്കത്തിൽ മേൽക്കൈ നേടാൻ സാധ്യതയുള്ളത് പാശ്ചാത്യ സഖ്യമാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, നാറ്റോ തുടങ്ങിയ സാങ്കേതികമായി അതിവിപുലമായ ശക്തികൾ ഉൾപ്പെടുന്ന കൂട്ടായ്മ. അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, സൈബർ യുദ്ധസാമർത്ഥ്യം, സമുദ്രാധിപത്യം തുടങ്ങിയ ശക്തമായ ആസൂത്രിത ശേഷികൾ ഇവർക്കുണ്ട്. അതിനാൽ ചുരുങ്ങിയ കാലയളവിൽ നടക്കുന്ന യുദ്ധത്തിൽ പാശ്ചാത്യ സഖ്യം വ്യക്തമായ മേൽക്കൈ ഉറപ്പാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധം ദൈർഘ്യമേറിയതാകുമ്പോൾ കഥ മുഴുവൻ മാറിപ്പോകും. കിഴക്കൻ സഖ്യം, അതായത് റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവരടങ്ങുന്ന കൂട്ടായ്മ അതുല്യമായ മനുഷ്യ വിഭവശേഷിയും ദീർഘകാല പ്രതിരോധശേഷിയും കൊണ്ടാണ് പ്രശസ്തമാകുന്നത്. അതിനാൽ യുദ്ധം നീണ്ടു നിൽക്കുന്ന സാഹചര്യം വന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളെ ശാരീരികമായും സാമ്പത്തികമായും തളർത്താനുള്ള കഴിവ് കിഴക്കൻ സഖ്യത്തിനുണ്ട്. ഇതിനിടെ ഈ 2 സഖ്യങ്ങളിലും ഇതുവരെ തുറന്ന നിലപാട് എടുക്കാത്ത ഇന്ത്യ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തി, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സായുധ സേന, അതുകൊണ്ട് തന്നെ ആഗോള തുലനം മാറ്റിമറിക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ കിഴക്കൻ സഖ്യത്തിലേക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചാൽ 1 ബില്യണിലധികം ജനസംഖ്യ അങ്ങോട്ടേക്ക് ചേർന്ന് ഭീമമായ മനുഷ്യ വിഭവശക്തി സമ്മാനിക്കും. ചൈനയുടെ വൻ ഉൽപാദന ശേഷിയും റഷ്യയുടെ പ്രകൃതി സമ്പത്തും ഇന്ത്യയുടെ മഹത്തായ ജനശക്തിയും ഒന്നിച്ചു കൂടുമ്പോൾ അതിൻ്റെ ആഘാതം പ്രവചിക്കാൻ പോലും ആരാലും സാധിക്കില്ല. സമനിലയിൽ അവസാനിക്കാനിടയുള്ള ഒരു യുദ്ധം പോലും ഇന്ത്യയുടെ പ്രവേശനത്തോടെ സമ്പൂർണ്ണമായി ദിശ മാറാൻ ഇടയാകും. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.